അള്ളാഹു ഏകനാണെന്ന് പറഞ്ഞതിന്റെ പേര് പുരാതനമായ കൈറോ പട്ടണത്തിൽ സത്യവിശ്വാസികളെ നട്ടുച്ച നേരത്ത് പൊരിയുന്ന മണലിൽ മരത്തിൽ കിടത്തിയുണ്ട്. അവരെ കൈകാലുകളിൽ ആണിയടിച്ചിട്ട് കുരിശിലടക്കുന്നത് പോലെ വിശ്വാസികളെ പുരാതന കൈറോ പട്ടണത്തിൽ ആണിയടിച്ചിട്ട് രസിച്ച ഫറോവയില്ലേ, ആ ഫറോവയെ കുറിച്ച് പറയുന്നതെന്നറിയോ? അഭിനവകാല ഡിംഗമതക്കാരോടും മതനിരാസത്തിന്റെ വേലിയേറ്റങ്ങളെ സൃഷ്ടിക്കുന്നിടത്തോളം അള്ളയില്ല, പ്രവാചകനില്ല, പരലോകം ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് ഹിപ്പികളെ പോലെ അഭിനവകാല ഫ്രീക്കന്മാരെ നിങ്ങൾ കേട്ടുകൊള്ളുക. എന്തിനാ ഞാൻ ഫറോവയെ പറയുന്നതെന്നറിയോ? നിങ്ങളെക്കാ വലിയ ധിക്കാരിയായിരുന്ന ഫറോവ അവസാനം ചെങ്കടലിൽ മുങ്ങിച്ചാടാൻ പോവുകയാ. അണ്ണാക്കിലേക്ക് വെള്ളം വന്ന് തൊണ്ടയിലോട്ടെത്തുമ്പോ ഫറോവ പറയുന്നൊരു വാക്കുണ്ട്, അല്ലാഹുവേ അല്ലാഹുവേ. ആ സമയത്ത് ഫിറൗൻ അല്ലാഹുവിനെ വിളിച്ചെന്നാ ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളോട് ലളിതമായി. അതേവരെ അല്ലാഹ് പറഞ്ഞവനെ കുരിശിൽ തറച്ച ഫറോവ മരിക്കുന്ന സമയത്ത് അല്ലാഹനെ വിളിച്ചതെന്തിനാ? ആമൻതു ലാ ഇലാഹ ഇല്ലല്ലഹു ആമനതു ബിഹി ബനൂ ഇസ്രായീൽ വിശ്വസിച്ച അല്ലാഹനെ ഞാൻ വിശ്വസിക്കുകയാ. എന്തേ ചെറുപ്പക്കാരാ, ചെങ്കടലിലും മരണത്തെ മുഖാമുഖം കാണുമ്പോ ഫറോവ അല്ലാഹനെ വിളിക്കാൻ കാരണമെന്താ? പടച്ചറപ്പ് കൊടുത്ത ആയുസ് മുഴുവനും അല്ലാഹുവിനെ കൊല്ലാൻ ഗോപുരം പണിത ഫറോവ. അത് നിങ്ങൾക്കറിയണോ? അറിയണമെങ്കിൽ നൂതനവേശം കേട്ടുകൊള്ളുക. അമേരിക്കൻ സർവകലാശാല നടത്തിയ പഠനത്തിൽ തെളിഞ്ഞത് ഹൃദ്രോഗത്തെ അതിജീവിച്ച അമേരിക്കൻ സർവകലാശാല കഴിഞ്ഞ ആഴ്ച പുറത്തുവിട്ട വാർത്തയാണ്. ഹൃദ്രോഗത്തെ അതിജീവിച്ച ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരണത്തെ മുഖാമുഖം കണ്ട് അതിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു വന്ന ആളുകളിൽ പഠനം നടത്തിയപ്പോ ആ പഠനം തെളിഞ്ഞതെന്നറിയോ? മരണത്തിന് തൊട്ടു മുമ്പ് വരുന്ന സമയത്ത്, മരിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് ഏതൊരു മനുഷ്യനും പരലോകം കാണാട്, നരകം കാണാട്, കത്തിക്കാണുന്ന നരകം കാണാറ്, അവന്റെ ജീവിതത്തിന്റെ മടക്ക സ്ഥലം കാണാട്, അവരാരും മരിക്കുകയില്ല. ഇത് അഹമ്മദ് കബീർ പറഞ്ഞതല്ല, ഇതേതെങ്കിലും കേരളത്തിന്റെ മലയാളമൊത്തം എഴുതിയതല്ല. അമേരിക്കൻ സർവകലാശാല ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരണത്തെ അതിജീവിച്ച ആളുകളിൽ നടത്തിയ പഠനത്തിലൂടെ അവരാ പറഞ്ഞവരെല്ലാം ഹാർട്ട് അറ്റാക്ക് വന്നവര് പറയാ, ആ സമയത്ത് ഞങ്ങൾ പരലോകത്തെ കണ്ടിട്ടുണ്ട്, ആ സമയത്ത് ഞങ്ങൾ പരലോകത്തെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫറോവ ചെങ്കടലിൽ മുങ്ങിത്താടാൻ പോയപ്പോ നരകത്തെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ആ ഫിറഔൻ താൻ കൊല്ലാൻ ഗോപുരം പണിത അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫറോവ പറഞ്ഞത്, ആമൻതു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. അല്ലാഹനെ വിശ്വസിക്കുകയാ. അതുകൊണ്ട് അല്ലാഹുവിനെ നിഷേധിക്കുന്ന, പരലോകമില്ലെന്ന് പറയുന്ന അഭിനവകാല ഡിംഗമതക്കാരോടടക്കം ഓർമ്മിപ്പിക്കുകയാ. ഇൻഷാ അല്ലാഹ് അവസാനം വരില്ലേ ഒരു ദിവസം? മരണത്തിന്റെ മുമ്പിൽ നാം കടന്നു വരുമ്പോ, മരണദൂതൻ നമ്മിലേക്ക് കടന്നു വരുമ്പോ, മരണദൂതൻ കടന്നു വരുമ്പോ അവസാന സമയത്ത് ഈ പറഞ്ഞ നാവ് കൊണ്ട് തന്നെ പറയേണ്ടി വരും, പരലോകത്തെ കണ്ടു ഖാലൂ ആമന്നാ ബില്ലാഹി വഹദാ. ഏകനായ അല്ലാഹുവിനെ ഞങ്ങൾ വിശ്വസിക്കുകയാ എന്നും മരണസമയത്തെങ്കിലും പറയേണ്ടി വരും. അല്ലാഹു പറയാ, ഇല്ല ഇല്ല, ആ മരണസമയത്ത് പരലോകത്ത് നിങ്ങൾ കണ്ടിട്ട് ആ സമയത്ത് അല്ലാഹുവിനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫലം യകു യൻഫഉഹും ഈമാനുഹും ലമ്മാ റഔ ബഅസനാ. നമ്മുടെ അദാബിനെ കണ്ടപ്പോ അവരുടെ വിശ്വാസം അവർക്ക് പ്രയോജനം ചെയ്യുകയില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാൻ അവസാന സമയത്തെ വിശ്വാസം അവർക്ക് പ്രയോജനം ചെയ്യുകയില്ല. അമേരിക്കൻ സർവകലാശാല നടത്തിയ പഠനത്തിൽ ഹൃദ്രോഗത്തെ അതിജീവിച്ചവർ, ഹാർട്ട് അറ്റാക്കിനെ അതിജീവിച്ചവർ എന്ന പഠനത്തിൽ മരണത്തിന് തൊട്ട് മുമ്പ് പരലോകം കണ്ടിട്ട് മരിക്കും, ഉറപ്പാണ്. ഇന്നത്തെ നമ്മുടെ തലമുറയെ സംബന്ധിച്ചിടത്തോളം ആ തലമുറയുടെ പ്രശ്നം
മതമൂല്യങ്ങളിൽ വിശ്വസിക്കാനും മതബോധം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുവാനും അവര് തയ്യാറല്ല. അവരെ സംബന്ധിച്ചോളം ഒരു യൂറോപ്പിന്റെ മാതൃകയുണ്ട്. എന്താണ് ആ മാതൃക? ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, പരമാവധി ആസ്വദിക്കുക. ഇന്നത്തെ ഒരു ന്യൂ ജനറേഷന്റെ ജീവിതത്തിന്റെ മുഖമുദ്ര, അവരെ സംബന്ധിച്ചോളം ഒരു ഫറോവൻ ചിന്താഗതി. ഇന്നത്തെ ന്യൂ ജനറേഷനോടാണ് അള്ളാഹു സമൂദ് ഗോത്രത്തെ തുലനം ചെയ്യുന്നത്. കാരണം അവർ അള്ളാഹുവിന്റെ ദിട്ടാന്തങ്ങളെ പരിഹസിച്ചു. അവരെ സംബന്ധിച്ചോളം പെണ്ണ് എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു ചിന്ത അവർക്കുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത അള്ളാഹുവിന്റെ ദിട്ടാന്തങ്ങളെ അവഗണിക്കുക. ആ ദിട്ടാന്തങ്ങൾ ഒന്നും നമ്മുടെ മുമ്പിൽ പുഞ്ചിരിച്ചു തന്ന സിനിമാ താരങ്ങൾ തന്നെ മരണത്തിലേക്ക് നടന്നു പോകുന്നു. അള്ള മുമ്പിൽ തരികയാണ്. നിന്നേക്കാൾ വലിയ സൗകര്യത്തിന്റെയും സമ്പന്നതയുടെയും നടുവിൽ നിന്നവർ ഓരോന്നോരോന്നായി നിന്നിൽ നിന്ന് പോകുമ്പോ നിനക്കെന്താ ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ തുടർക്കത ഉണ്ടാവാത്തത് എന്ന് അള്ളാഹു മുമ്പിൽ വെച്ച് തരികയാണ്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത സമയത്ത് സിനിമ നടി മരിച്ചു, സിനിമ നടൻ മരിച്ചു, സംവിധായകൻ മരിച്ചു, ഫോട്ടോഗ്രാഫർ മരിച്ചു എന്ന് വേണ്ട മുഴുവൻ ആളുകളെയും അള്ളാഹു നമ്മുടെ മുമ്പിൽ തന്നത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഈ അഭിനവകാല ന്യൂ ജനറേഷന് ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ്. അടിച്ചു പൊളിച്ചു സിനിമാ ജീവിതം എന്ന് പറഞ്ഞാൽ ഏതായാലും പള്ളിക്കകത്തൊന്നും അല്ലല്ലോ. ഏതായാലും ഒരു സിനിമാ ഫീൽഡുമായി ബന്ധപ്പെട്ട ആളുകൾ അവർ ഒരു ഭൂമിയുടെ എല്ലാ ആസ്വാദനത്തിന്റെയും സൗകര്യങ്ങളുടെയും നടുവിൽ ജീവിക്കുന്നവരാണ്. അള്ളാഹു അവരുടെ ഇപ്പൊ യഥാർത്ഥത്തിൽ സിനിമാ ലോകത്ത് തന്നെ ഇങ്ങനെ ഇസ്രായേൽ കറങ്ങിക്കൊണ്ട് നടക്കുന്നത്. അള്ളാഹു ഇതൊക്കെ നമ്മുടെ മുമ്പിൽ തരുന്നത് ജീവിതത്തിന്റെ ആസ്വാദനങ്ങളുടെ വഴികളിലൂടെ മാത്രം സഞ്ചരിച്ചവർ. അവരെയും ഞാൻ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ന്യൂ ജനറേഷൻ സമൂഹമേ, നിങ്ങൾക്കിതൊന്നും മനസ്സിലാകുന്നില്ലയോ? മണ്ണിലേക്ക് വിട പറഞ്ഞു പോകുന്നവരിൽ ആസ്വാദനത്തിന്റെയും അനാസ്വാദനത്തിന്റെയും വ്യവച്ഛേദനമില്ലെന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്ന് അള്ളാഹു നമ്മളോട് നന്നായി ചോദിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു ചോദ്യത്തിന്റെ മുമ്പിലാണ് നമുക്കൊരു മാറ്റം ഉണ്ടാകേണ്ടത്. ആ ഒരു ചോദ്യത്തിന്റെ മുമ്പിലാണ് നമുക്ക് മാറ്റം ഉണ്ടാകേണ്ടത്. മാറ്റം എന്ന് പറയുന്നത് വെറുതെ ഉണ്ടാകുന്നതല്ല. നമ്മൾ മാറാതെ, സ്വയം മാറാതെ മറ്റൊരാൾ നമ്മളെ മാറ്റുകയില്ല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം ഒരു ജനന പരിവർത്തനത്തിന് വിധേയമാകാതെ അള്ളാഹു ഒരു സമൂഹത്തെ പരിവർത്തനം ഉണ്ടാക്കുകയേയില്ല, മാറ്റമുണ്ടാവുകയില്ല. ആളുകളൊക്കെ മെല്ലെ പറഞ്ഞോളൂ. ഞാൻ ഇന്ന് പ്രസംഗിക്കണ്ട തീരുമാനിച്ച ആളെങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പ്രസംഗിക്കണമെന്നോ കരുതി ഞാൻ വന്നത്. അപ്പൊ ഇവിടെ എത്തുമ്പോഴാണ് ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് കിടക്കുക. കുട്ടികളൊക്കെ അതിന്റെ മുമ്പിലാണ്. ഇനി അതൊക്കെ തീർന്ന് ഇതിനാര് ഫരീഖും ബിൽ ജന്നാവ ഫരീഖും ബിൽ സഈർ, ആര് സെമിഫൈനലിൽ കടന്നു എന്നൊക്കെ അറിഞ്ഞിട്ട് അവര് വരും. അവര് വരുമ്പോ അതാണ്ട് ഇവിടെ വാഹറ ദഅ്വാന പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മളെ വന്നു നിന്ന ഒരു ജനതയോട് പരമാവധി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നതാണ് നമ്മുടെ ഒരു ദൗത്യം. കണ്ട് കൂടുതൽ വീട്ടി വലിച്ചു പറയുന്നതിലല്ല, നാം പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നതിനാണ് നമുക്ക് പാഠമുള്ളത്. അള്ളാഹു നമുക്കത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ മുമ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം? അത് എന്താന്ന് പറയാനൊന്നും ഒരു നിർവചനം പറയാത്ത രീതിയിൽ പുതിയ തലമുറ മാറുകയാണ്. നമ്മൾ ആ പുതിയ തലമുറയ്ക്ക് ഇന്നൊരു നിർവചനം പറഞ്ഞാൽ നാളെ ആ നിർവചനം മാറിയിട്ടുണ്ടാവും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ നെട്ടൂര് പ്രസംഗിക്കുമ്പോ ഏതാണ്ട് 2 വർഷം മുമ്പാണ്. ആ സമയത്ത് വന്നപ്പോൾ എന്നോട് ഇവിടുത്തെ ആളുകൾ പറഞ്ഞു, ഉസ്താദെ, ഇവിടെ പല ഹോട്ടലുകളിലും രാത്രിയിൽ മ്യൂസിക് പാർട്ടി നടക്കാറുണ്ട്. ധാരാളം ആൺകുട്ടികളും പെൺകുട്ടികളും, കോളേജിൽ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും അതിൽ പങ്കെടുക്കാറുണ്ട്. പ്രസംഗിക്കുമ്പോ ഇന്നത്തെ അവസ്ഥ, കേരളത്തിൽ പരസ്യമായി ആണും പെണ്ണും നടു റോഡിൽ വെച്ച് ഫ്ലാഷ് മോബ് നടത്തി. അതിൽ ഒരു തന്തയ്ക്ക് പറഞ്ഞൊരു കുഞ്ഞുണ്ടായിരുന്നു. അതുകൊണ്ട് അവളുടെ അമ്മ പരസ്യമായിട്ട് അവളെ കാരണം തടിച്ചു.
പരസ്യമായി, അതായത് തിരക്കേറിയ റോഡിൽ ബസ് യാത്രക്കാരെ തടസ്സപ്പെടുത്തി, ബസ് മറുഭാഗത്ത് നിൽക്കുന്നു, ആളുകൾ നിൽക്കുന്നു, ആണും പെണ്ണും നടു റോഡിൽ ഫ്ലാഷ് മോബ് നടത്തി. അതിലൊരു പെൺകുട്ടി അവളുടെ അമ്മ വന്ന് കരണത്തടിക്കുന്ന വീഡിയോ ഇന്ന് ഫേസ്ബുക്കിൽ വൈറലാണ്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? പരസ്യമായി പോലും ആണും പെണ്ണും തമ്മിൽ സങ്കലനം നടത്തുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. രാത്രിയിൽ തന്റെ പെൺമക്കൾ രാത്രിയിൽ വീട്ടിൽ വന്നാൽ അവളെ എന്തുകൊണ്ട് രാത്രിയിൽ താമസിച്ചു എന്ന് ചോദിക്കാൻ ഒരു മാതാപിതാക്കൾക്ക് അവകാശമില്ലാത്ത, അല്ലെങ്കിൽ അതൊരു അപരാധമാണ് എന്ന് മാതാപിതാക്കൾ കരുതാത്തൊരു കാലത്തിലേക്ക് കടന്നു വന്നു. പണ്ടൊക്കെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് മഗ്‌രിബിന് വീട്ടിൽ കയറിയില്ലെങ്കിൽ അടി ഫർളാണ്. ആർക്ക്? ആൺകുട്ടികൾക്ക്. ആർക്ക്? മഗ്‌രിബ് നിസ്കാരത്തിന് വീട്ടിൽ കണ്ടില്ലെങ്കിൽ, അതിനുശേഷം ഖുർആൻ ഓതിയില്ലെങ്കിൽ അടി എന്ന ഫർളാണ്. ആർക്ക്? ആർക്ക്? ആൺകുട്ടികൾക്ക്. ഇന്ന് പെൺകുട്ടികളോട് മാതാപിതാക്കൾ പറയുന്നത് ഒരു 10 മണിക്ക് മുമ്പെങ്കിലും വീട്ടിൽ വന്നേക്കണേന്ന്. അല്ലെ? നിങ്ങൾ നോക്കിക്കോളി. അതിനെതിരെ അത് പാടില്ലാന്ന് നമ്മളെങ്ങാനും പ്രസംഗിച്ചാൽ പിന്നെ പെണ്ണുങ്ങളുടെ സംഘടന മാനനഷ്ട കേസായി. പെണ്ണിന് പുറത്തിറങ്ങിയ എന്താ കുഴപ്പം? ഞാൻ ഈ പറയുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പെൺകുട്ടികൾ പോലും 10 മണി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ നഗരത്തിന്റെ ചിന്തകൾ നിങ്ങളൊന്ന് നോക്ക്. നിങ്ങൾ രാത്രിയിൽ ഈ നഗരത്തിലോട്ട് ഇറങ്ങി നോക്ക്. ബാഗുകളും തൂക്കി 16ഉം 17ഉം വയസ്സുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഒരുമിച്ച് നടക്കുവാനും നമ്മുടെ നാടുകളിൽ മാതാപിതാക്കൾക്ക് വിലക്കുകളില്ല. എന്താ അങ്ങനെ രാത്രിയിൽ ആണും പെണ്ണും നമ്മൾ ഒന്നിച്ചു കിടന്നാൽ ലോകം തകരുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഞാൻ പലപ്പോഴും എന്റെ വീട്ടിൽ പോകുമ്പോൾ വീടടച്ചിട്ടുണ്ടാവും, ഗേറ്റ് അടച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ പലപ്പോഴും മിക്കവാറും മതില് ചാടിയിട്ടാണ് വീടിന്റെ അകത്ത് കിടക്കുന്നത് എന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ അവതാരികകളായി നമ്മുടെ വീടിന്റെ റൂമുകളിൽ വലസുന്നൊരു കാലത്താണ് നാം നമ്മുടെ പെൺമക്കളെ ഇതൊക്കെ കാണിച്ചു വളർത്തുന്നത്. അവളുടെ പേരേതായാലും ഞാൻ പറയുന്നില്ല. അവളാണ് ഇപ്പൊ നായക്ക് വേണ്ടി രംഗത്തിറങ്ങി നടന്നത്. എന്നാൽ നമ്മുടെ വീട്ടമ്മമാരുടെ ഇട്ടതാരമാണ് ആ പെണ്ണ്. ആ പെണ്ണാരാ? എന്നാൽ പാതിരാ സമയത്ത് ഞാൻ വീട്ടിൽ താമസിച്ചു വരുമ്പോ ഗേറ്റ്